മലയാളികൾക്ക് സുപരിചിതയായ വ്യക്തിയാണ് എലിസബത്ത്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. നടൻ ബാലയെ വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി തൻ്റെ വിശേഷങ്ങൾ പങ്കിട്ടു തുടങ്ങിയത്. കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് ബാലയെ തനിച്ച് കണ്ടു തുടങ്ങിയതോടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അറിയാനുണ്ടായിരുന്നതും എലിസബത്തിനെ കുറിച്ചായിരുന്നു. ആരാധകരുടെ ചോദ്യം ഏറിയതോടെ ഒടുവിൽ എലിസബത്ത് തനിക്ക് ഒപ്പമില്ല എന്ന് നടൻ വെളിപ്പെടുത്തുകയായിരുന്നു. തങ്ങൾ പിരിഞ്ഞുവെന്നും വിധി അതായിപ്പോയി എന്നുമാണ് നടൻ വ്യക്തമാക്കിയത്. ഇതോടെ യാഥാർത്ഥ്യമറിയാൻ എലിസബത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകർ എത്തിയെങ്കിലും അതിനെക്കുറിച്ചൊന്നും എലിസബത്ത് സംസാരിച്ചില്ല. പകരം സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ താരം പങ്കിട്ടു തുടങ്ങി. അതേസമയം ബാല നാലാമത് വിവാഹിതനായപ്പോൾ എലിസബത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ പ്രേക്ഷകർ ചോദ്യം ഉയർത്തിയിരുന്നു. എന്നാൽ ഇതിനും എലിസബത്ത് മറുപടി നൽകിയില്ല. പകരം തൻ്റെ ജോലിസ്ഥലത്തെ വിശേഷങ്ങൾ പങ്കിട്ട് താൻ ഇവിടെ വളരെ സന്തോഷവതിയാണ് എന്ന് താരം വ്യക്തമാക്കി. ഗുജറാത്തിലെ ആശുപത്രിയിലാണ് എലിസബത്ത് നിലവിൽ ജോലി ചെയ്തു വരുന്നത്. ബാല വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിൻ്റെ വിവാഹം ഉടനുണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ട്. അടുത്തിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എലിസബത്ത് ആരാധകരോട് പങ്കുവച്ചിരുന്നു. ഇതോടെ എലിസബത്ത് പ്രണയത്തിലാണോ എന്നും വിവാഹിതയാകാൻ പ്ലാനുണ്ടോ എന്നുമൊക്കെയായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത്. ഇപ്പോഴിതാ ആ സർപ്രൈസ് എന്തെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത്. താൻ നാട്ടിൽ വരാൻ പോവുകയാണ് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. അമ്മയ്ക്കൊപ്പം എയർപോർട്ടിലിരിക്കുന്ന വീഡിയോയിലൂടെയാണ് എലിസബത്ത് തൻ്റെ സന്തോഷം പങ്കുവച്ചത്. ഇത്ര പെട്ടെന്ന് അവധി കിട്ടുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ല എന്നും 5 ദിവസത്തേക്കുള്ള അവധിയാണ് ലഭിച്ചതെന്നും താരം പറയുന്നു. പോകാനും വരാനും ഓരോ ദിവസം പോകും, എന്നാലും 3 ദിവസം വീട്ടിൽ നിൽക്കാമെന്ന സന്തോഷവുമുണ്ട്. എൻ്റെ സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വേറെ പല സർപ്രൈസുകളും പ്രതീക്ഷിച്ചായിരിക്കും പലരും കമൻറ്റ് ചെയ്തതായി കണ്ടത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് മാത്രം സന്തോഷമുള്ള കാര്യമാണെന്ന്. 3-4 മാസമായി നാട്ടിലേക്ക് വന്നിട്ട്, അപ്പോൾ ലീവ് ലഭിച്ചതിൻ്റെ സന്തോഷമുണ്ട് എന്നാണ് വീഡിയോയിൽ എലിസബത്ത് പറയുന്നത്.